ഓക്കെ, ഇന്ന് നമ്മൾ ആദ്യത്തെ ലൊക്കേഷനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എയിൻ ജർസീസ്. എന്തുകൊണ്ട് ആ സ്ഥലം നമ്മൾ ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ ഞാൻ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇത് സിറ്റിയോട് വളരെ അടുത്താണ്. 10 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. ഹായ് അഗെയിൻ, ഗുഡ് മോർണിംഗ്. ആക്ച്വലി നോട്ട് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഏകദേശം 1 മണിയായി. ഇന്നലെ നമ്മൾ ലേറ്റായിട്ട് വന്നിട്ട് ഞങ്ങൾ ഹോട്ടലിൽ ഓൾറെഡി ബുക്ക് ചെയ്തില്ലായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടുപിടിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ സലാല സിറ്റി സ്ട്രീറ്റിലോട്ട് വന്നു. ഒരു 2 കോൾ വിളിച്ചപ്പോൾ സെക്കൻഡ് കോൾ നമുക്ക് ഹോട്ടൽ ബുക്കായി. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു. 20 റിയാലാണ്, ഏകദേശം നമ്മുടെ ദ്രംസുമായിട്ട് നോക്കുവാണെങ്കിൽ 200 ദ്രംസ്. അഫോർഡബിൾ ആണ്. ഉച്ചയ്ക്ക് ഇറങ്ങി അവിടെ തന്നെ ഹോട്ടലിൻ്റെ ഏകദേശം അടുത്ത് തന്നെ, അതായത് സലാല സിറ്റിയിലുള്ളവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്ന അന്നപൂർണ എന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ രാവിലെ ബ്രഞ്ച് കഴിച്ചത്. ഇവിടുത്തെ ആ ഒരു വ്യൂ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വ്യൂ, നമ്മളിപ്പം ഏകദേശം നല്ലൊരു ഹൈറ്റിലാണുള്ളത്. ഇവിടെ ഈ കാണുന്നതിനേക്കാൾ ഉപരി പ്രതിക്കുമ്പോൾ ഒരു ഫീൽ, ഒരു തണുത്ത കാറ്റ്, പിന്നെ ആ ഒരു സൗണ്ട്, ഒരു ഗ്രാവിറ്റി ഇല്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറയൂലേ, അതാണ് നമുക്കിപ്പോൾ നടക്കാൻ പോകുന്നത്. നോക്കിയും കൊണ്ട് മലേൻ്റെയൊക്കെ ആ ഒരു വ്യൂ. നമ്മളിപ്പോൾ ഉള്ളത് നല്ലൊരു ഹൈറ്റിലാണ്. ടെൻറ്റ് ചെയ്ത് ആൾക്കാർ ഒരുപാട് പേര് രാത്രിയിലൊക്കെ ടെൻറ്റ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ടെൻറ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് സിറ്റിയോട് ചേർന്നിട്ടൊക്കെ.
ഹായ്, നമ്മളിപ്പം വാദി ദർബാദിലാണുള്ളത്. ഇവിടെ വരുന്നവർക്ക് ടൂറിസ്റ്റിന് വേണ്ടി നമുക്ക് റെൻ്റ് എടുക്കാൻ പറ്റും ബോട്ട്. 8 റിയാലാണ്, അതായത് 80 ദിറംസ്. 20 മിനിറ്റ്സ് നമുക്ക് ഇവിടെ റൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ലൊരു ആ വ്യൂവും ഇതും കണ്ടിട്ട്, ഈവനിങ് വ്യൂവും കണ്ടിട്ട് 2 സൈഡിലും മലകളും ആ ഒരു വ്യൂവും ആസ്വദിച്ച് നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ മുഴുവൻ നമുക്ക് ബോട്ടിങ് നടത്താൻ പറ്റും. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ബോട്ട്.